ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം സാധ്യമാക്കാൻ ജനങ്ങൾക്കിടയിൽ നിന്ന് പോരാടാൻ കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പം പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇനി അടുത്ത പട്ടികയും അതുപോലെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പം എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഓപ്ഷനാണ്, KPCCയുടെ ഓപ്ഷനാണ്, പാലക്കാട്ടെ നേതൃത്വത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഓപ്ഷനാണ് രമേശ് പിഷാരടി. തിരികെ വരണമെങ്കിൽ പിഷാരടി ഒരു പാലമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്നോട് നേരത്തെ ചോദിച്ചായിരുന്നു, ഇപ്പൊ അതിലൊന്നും ഓർമ്മയില്ലേ? അന്ന് പിന്നെ എനിക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അന്ന് പാലം എന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ പിന്നെ സിറ്റിംഗ് MLA മത്സരിക്കാത്ത സാഹചര്യത്തിൽ പോലും ആ പാലത്തിൽ തിരികെ പോയിട്ട് മത്സരിക്കുകയല്ലേ ചെയ്തു. ഇതേ ചോദ്യം അന്ന് സ്ഥാനാർത്ഥി നിർണയിച്ചപ്പോഴും നടന്നായിരുന്നു. എനിക്കിപ്പോ ഒരു പാലം വടകരയിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടല്ലോ, ആ പാലത്തിലൂടെ യാത്രയാണ്. ആ യാത്രയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ആ പാലത്തിലൂടെ ഞങ്ങൾ നടത്തുന്ന യാത്രയിൽ മെയ് 4 കഴിയുമ്പോൾ ആ പാലത്തിൽ ഞങ്ങൾ നടക്കുമ്പോൾ കുറച്ച് കോൺഗ്രസിന്റെ UDFന്റെ MLA മാരൂടെ ഉണ്ടായിരിക്കും വടകരയിൽ നിന്ന്. അതും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.